ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഇപ്പോൾ രാവിലെ ജംഗ്ഷൻ വരെ ഒന്ന് പോകണം കൂട്ടുകാരെ. രാവിലെ അല്ലേ, ഇപ്പോൾ 10 മണി കഴിഞ്ഞു കേട്ടോ. എന്താണ് KSFിലെ ചുട്ടിയൊക്കെ അടയ്ക്കാൻ പോകണം. 21 അതിന് പോകണം. പിന്നെ വേറെ എന്താണ്, അങ്ങനെ പോകാൻ മോൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. നമുക്കൊക്കെ പണിയില്ല, അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ എന്തോ ആവശ്യത്തിന് അവൻ പോയി. പിന്നെ മൂത്ത മോൻ അവിടെ വീട്ടിൽ ഇരുന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കൂട്ടുകാരെ. വീട്ടിൽ ഇരുന്ന് അരി വറുത്ത് പൊടിക്കുന്നു. അതവിടെ ഇരുന്ന് അങ്ങനെയൊക്കെയുള്ള നാശങ്ങളാണ്. അങ്ങനെ അരി വറുത്ത് പൊടിച്ചോട്ടിരിക്കുന്നു. ഞാൻ പിന്നെ പോകുന്നു. മോൾക്ക് ഉച്ചയ്ക്കാണ്, അപ്പോൾ മോള് പോകാനൊക്കെ ഉണ്ട്. അവൾ 12 മണി കഴിഞ്ഞേ പോകത്തുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് വരണം. അന്ന് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവിടുമെന്ന് രാകുമാർ വണ്ടിയല്ലേ. പിന്നെന്താണ് വിശേഷങ്ങൾ കൂട്ടുകാരെ? പോയിട്ട് വരട്ടെ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയട്ടെ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ കൊടുമൺ ജംഗ്ഷനിലെത്തി. അപ്പോൾ നേരത്തെ ഞാൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇതുപോലെ കൂട്ടുകാർ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് ജംഗ്ഷനാണെന്ന്. അപ്പോൾ ഇത് നമ്മുടെ കൊടുമൺ ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ KSF ഓഫീസിലോട്ട് പോയി. 2 ചൂട് അങ്ങോട്ട് നടക്കണം. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പൈസ അടച്ചു. അത് കഴിഞ്ഞ് നമുക്ക് LIC ഓഫീസിലൊന്ന് കയറണമായിരുന്നു. അവിടെയും അടയ്ക്കാനുള്ള പൈസ അടച്ചു. പക്ഷെ കൊള്ളത്തില്ല. വേറെ ഒരെണ്ണം എനിക്ക് 150 അത് വാങ്ങിക്കണം. അവിടെ പോകുമ്പോൾ അത് പച്ചയുടെ മോഡൽ തന്നെ, അത് കറുപ്പ്. എവിടെ കൊണ്ടുപോനെ? സ്കൂളിൽ എന്തോ പരിപാടി? ഇന്ന് പോകണോ? ഇന്ന് പോകണോ? എപ്പോൾ ചെല്ലാൻ പറഞ്ഞു? പിന്നെ വീഴും, ഓടിപ്പോയി. ഇപ്പോൾ കൊച്ചുമോനെ ഇനി ഒരുക്കണം. അവനെ സ്കൂളിൽ ഒന്നിച്ചേർക്കാനെ കൊണ്ട് അവരുടെ സാറ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവരച്ഛനും മോനും പോകും. ഇപ്പോൾ കണ്ട അരി വറുത്ത് പൊടിച്ച് അതിൽ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇട്ട് തരാം, വരുക. ഉണ്ടോ കൊച്ചിനെ കൊണ്ട് വിട്ടിട്ട് വന്നിരുന്ന് തീറ്റി. ഇങ്ങനെ കുറേ പലഹാരമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറക്കി കൊടുത്താൽ ചോറും വേണ്ട, കറിയും വേണ്ട. അതും കൊണ്ട് അവിടെ ഇരുന്നോളൂ. അടുപ്പത്തിട്ടു. വഴുതനങ്ങയും തക്കാളിക്കും ഇട്ടൊരു കറിയൊക്കെ. പടവലങ്ങ വെച്ചെടുത്ത് 2 തക്കാളിപ്പഴം. ആ ചെറുക്കനെ കണ്ടില്ലല്ലോ ഇത്ര നേരമായിട്ട്. വഴുതനങ്ങ തീരക്കാൻ തേങ്ങയില്ല. വഴുതനങ്ങയും തക്കാളിക്കും പടവലങ്ങയും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. എന്നെ കളിയാക്കൂട്ട് ഞാനിങ്ങനെ പറയുന്നതായിരുന്നു. എൻ്റെ മൂത്ത മോനെ അപ്പുറത്ത് എൻ്റെ മോനെ കുളിപ്പിക്കുക. ഇങ്ങനെ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കും. ഇന്നലെ എൻ്റെ കൂട്ടുകാരെ ഞാൻ വീഡിയോ എല്ലാം എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് യൂട്യൂബിലോട്ട് ഇടാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇടാമെന്ന് വിചാരിച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ട് എന്തോ കുറേ ഫോട്ടോസ് ഫോണിൽ കിടപ്പുണ്ടല്ലോ, ചിലപ്പോൾ സ്റ്റോറേജ് ഫുള്ളാവും. ഇതെനിക്ക് പലവട്ടം പറ്റുന്ന അബദ്ധമാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എന്നിട്ട് കുറേ ഡിലീറ്റ് ചെയ്തു.
ഡിലേറ്റ് ചെയ്ത്. അവിടെ അപ്പനും മോനും തോട്ടി ഭയങ്കര കുളിയും ബഹളവും. ഡിലേറ്റ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്ത വീഡിയോയും ഉണ്ടായിരുന്നു. ഞാൻ കുറേ കഴിഞ്ഞ് എന്നാൽ വീഡിയോ ഇടാമെന്ന് വെച്ചുകൊണ്ട് നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരെ നമുക്ക് വീഡിയോ ഇല്ല. അതുകൊണ്ട് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല, കൂട്ടുകാരും തിരക്കിയില്ല. എന്നാൽ അങ്ങനല്ല, നമുക്കൊരിതുണ്ടല്ലോ, ഡെയിലി ഓരോ വീഡിയോ ഇടണമെന്നുള്ളത് നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ടല്ലോ. അപ്പം എൻ്റെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ അറിയട്ടെ എന്നുള്ളൊരിത് നമുക്ക് മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, വീഡിയോ പോയി. നമ്മളിന്ന് മുളക് കറി വെക്കും, തേങ്ങ ഇല്ല, നമ്മളിന്ന് മുളക് കറി വെക്കുന്നത്. പിന്നെ വേറെ എന്താണ് വിശേഷം കൂട്ടുകാരെ? നമുക്കിതൊക്കെ തന്നെയാണ് വിശേഷം. രാവിലെ ജംഗ്ഷനിൽ പോയി വന്നു. അതേതാടാ എല്ലാ പട്ടിക്കുഞ്ഞ് ഓടെ പാലത്തെ നിൽക്കുന്നു. കുഞ്ഞല്ല, ഇച്ചിരി വലുതാ. പാലത്തിലൊരു പട്ടി. ചുമന്ന വെൽറ്റൊക്കെ കഴുത്തേലുണ്ട് കേട്ടോ. തിരിച്ചിറങ്ങിപ്പോയി, വന്ന വഴി തന്നെ പോയി. ഞാനീ വെക്കുന്ന കറിയാണെങ്കിലേ മുളക് കറി, വഴുതന, തക്കാളിപ്പഴം, സവാള, പച്ചമുളക്, പിന്നെന്തുവാ പടവലങ്ങ, ഇത്ര ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുകയാണ്. കുറച്ച് ഇച്ചിരി പിഴിപുളിയും കൂടി പിഴിഞ്ഞൊഴിക്കണം. ശരി, കുറച്ച് വേണമെങ്കിൽ, അത് തക്കാളിപ്പഴം ഇട്ടതല്ലേ, വേണം പുളി ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. അപ്പം ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലത് കറിയാ. ചപ്പാത്തി ഇല്ല, പോടാ അവിടുന്ന്. ചപ്പാത്തിക്ക് നല്ലതാണെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതാ. നമുക്ക് ചപ്പാത്തി ഇല്ല, അത് കാണിച്ചു കൊടുക്കാൻ എൻ്റെ മോൻ ഗോതമ്പൊടി വാങ്ങിച്ചോണ്ട് വാ. എവിടെ ഇരിപ്പുണ്ട്? ആ ഗോതമ്പൊടി തീർന്നു. അവൻ അപ്പപ്രാന്തനാ കൂട്ടുകാരെ. എത്ര പലഹാരം തിന്നാലും അവന് മതിയാവത്തില്ല. മെയിനാണ് പുട്ട്, അതിൻ്റെ പുറകെ നിൽക്കും ചപ്പാത്തി, ഈ രണ്ടെണ്ണം. പിന്നെ ബാക്കിയുള്ള വലിയ കുഴപ്പമില്ല. പിന്നെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് പൊറോട്ട ഇറച്ചിയും തന്നെ വേണം. കുഞ്ഞുനാളി തൊട്ടുള്ള കുഴപ്പമാണ്. അതുകൊണ്ട് ഞാൻ അവനെയും കൊണ്ട് അങ്ങനെ എങ്ങും പോകത്തില്ല. കൊച്ചു പിള്ളേരെയും കൊണ്ട് പോയാൽ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്, അല്ല ഇല്ല മോനെ, അല്ലെ പൈസ ഇല്ല, അല്ലെങ്കിൽ എന്തായാലും ഒരെണ്ണേ ഉള്ളൂ, എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുത്താൽ മതി, അവരതും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. പക്ഷെ ഇവൻ അങ്ങനല്ല. ഇവനെ നമ്മളെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഹോട്ടലിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ടൊക്കെ നിൽക്കും. നാടാ അവിടെ നിൽക്കും. അവനെ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ കണ്ണിലോട്ട് ഇങ്ങോട്ട് നോക്കി അവൻ്റെ കണ്ണും കയറി അങ്ങ് ചുമന്ന് ഇയാൾ കാണുമ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ പിന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുക്കും, ഞാനങ്ങ് പെട്ടുപോകും. പൂഴ്ത്തി വെച്ചേക്കുന്നു. അങ്ങനെ പിന്നെ അവന് വാങ്ങിച്ചു കൊടുക്കും. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ എല്ലാം കൊണ്ട് അവൻ തന്നെ നേടിക്കൊണ്ട് നടക്കുന്നത്. എൻ്റെ കൊച്ചു പിള്ളേർക്ക് 3 എണ്ണത്തിന് ഒന്നും കൊടുക്കുന്നുമില്ല, എടുക്കുന്നുമില്ല. അന്നും ഇന്നും അവനാ തരുന്നത്. അവനെ കെട്ടിച്ചു വിട്ടാലും അവൻ പോകത്തില്ല. എന്താ ഇങ്ങനെ പൈസയൊക്കെ അമ്മ പൂഴ്ത്തി വെച്ചേക്കുവോ എന്നാ അവൻ്റെ ചോദ്യം. പൂഴ്ത്തി വെച്ചേക്കുന്നു. ഇനി 2-3 അറക്കകത്തിൽ ഇതിനിങ്ങനെ കൂട്ടുകാരായിരുന്നു. ഒരെണ്ണം മാത്രം ഉണ്ടാണ്, ബാക്കി എല്ലാവരും ഉണ്ട്. ഇപ്പോൾ എല്ലാവരുടെ കലിവിലാന്ന് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇതുങ്ങളെ അങ്ങോട്ട് വിടാതെ നിർത്തിയേക്കുന്നത്. ഇവിടെ അല്ല ആവിയില്ല, അനക്കവും ഇല്ല. എനിക്ക് ഇതുങ്ങളെല്ലാം ഇങ്ങനെ പറ്റ വേണം. നമ്മുടെ കിരിത്തിരിക്കണം. ഇത്രയും വലുതായെങ്കിലും പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരുടെ സ്വാതന്ത്ര്യത്തിന് വിടത്തില്ല. എന്താ തള്ളയല്ലോടാ. എൻ്റെ രണ്ടാമത്തെ മോൻ ചോദിക്കുന്ന എന്തെങ്കിലും പറയുമ്പോൾ ചോദിക്കുന്ന, നിങ്ങളെന്താ തള്ളയെന്ന് ചോദിക്കും. നിങ്ങൾ തള്ളയാന്നോ? എനിക്ക് ഈ തള്ളയെന്നുള്ള വിളി ഇഷ്ടമല്ല കൂട്ടുകാരെ കേട്ടോ. പക്ഷേ എൻ്റെ മൂത്ത മോന് അവൻ്റെ ഭാര്യ വീട്ടിൻ്റെ അവിടെ പോയപ്പോൾ അവിടെയൊക്കെ ഉള്ള സംസാരത്തിൽ എൻ്റെ അതിന് മുന്നേ അങ്ങനെ വിളിക്കത്തില്ലായിരുന്നു. കൊച്ചുനാളി എന്നെ ചേച്ചി എന്നായിരുന്നു വിളിക്കുന്നത്. പിന്നെ വഴക്ക് പറഞ്ഞു പിന്നെ അമ്മയെന്നായി. അവനെ നിന്ന് അമ്മയെന്നുള്ള വിളി കേൾക്കാൻ ചുരുക്കമാണ്. അവനങ്ങനെ വിളിക്കത്തില്ല. അവന് ഇച്ചിരി അറിവായി കഴിഞ്ഞപ്പോൾ അവന് കൂട്ടുകാരോടെ പുറകെ പോയി പിന്നെ അവന് തള്ളയെ വിളിയായി. എനിക്കതിന് ഇഷ്ടമില്ലാത്തൊരു വിളിയെ തള്ള. അത് കേട്ട് കൊച്ചു ഇറക്കനെ ഇപ്പം തള്ളയെന്ന് വിളിക്കും. പക്ഷെ മൂന്നാമത്തെ മോന് ഏറ്റവും ഇളയ മോന് ചക്കിമോടെ അച്ഛന് അവനങ്ങനെ തള്ളയെന്നൊന്നും വിളിക്കത്തില്ല. അയാൾ അമ്മയെന്ന് വിളിക്കും, അല്ലെങ്കിൽ കൊച്ചേ അങ്ങനെ വിളിക്കും.
രണ്ടാമത്തെ കൂടുതൽ എന്ത് പാടി ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വേടി അതിങ്ങെടുക്കടി ഇങ്ങനെയൊക്കെയാ. അമ്മയെന്നുള്ള വിളി ചുരുക്കവാ, ഇവരെല്ലാം എടി പൊടി വിളിയും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനും മോനും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മളെ അറിയാവുന്ന ഒരാളോട് ചോദിച്ചു ഇതുപോലെ ആരാന്ന്. ഞങ്ങളിങ്ങനെ മിണ്ടി കഴിഞ്ഞപ്പോൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ അത് അവർ അമ്മയും മോനോട് അമ്പലത്തിൽ പോയിട്ട് വന്നു. പക്ഷെ ആ പറഞ്ഞ വ്യക്തി അതൊട്ടും വിശ്വസിച്ചില്ല. അമ്മയും മോനുമാണോ കള്ളം പറയുന്നത് എന്തിനാ, അവരമ്മയും മോനും ഒന്നും അല്ല, ഒരു മോശമായിട്ടുള്ള രീതി പോലെ ഞങ്ങൾ അമ്മയും മോനും അല്ല എന്നും വന്നുള്ളൂ. അവരെ കുറ്റം പറഞ്ഞ കഥയില്ല. ദേ പോയി കുളിയും കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ചിക്കനാ കണ്ടോ എന്നെ എൻ്റെ മോനെയും കണ്ടിട്ട്. ഞങ്ങൾ അമ്മയും മോനുമാണോ ഞങ്ങൾ അമ്മയും മോനുമാണ് കൂട്ടുകാരെ. ഇത്രയും പ്രായമുള്ള മോനുണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് ആരുടെയും കുറ്റമൊന്നുമല്ല, സ്വാഭാവികം. അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി പൊട്ടന്മാരോട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനൊക്കാത്ത അവസ്ഥ. ഇത് നേരത്തെ തൊട്ടേ ഉള്ള ചോദ്യങ്ങളാണ് കൂട്ടുകാരെ. നിങ്ങൾ അമ്മയും മോനുമാണോ? ഉപ്പില്ല. അങ്ങനെ ഇനി അവർ അച്ഛനും മോനും കൂടെ മരുമോളെ വിളിക്കാൻ പോവുക. ഉപ്പുകല്ല് ഇച്ചിരി ഉണ്ട്, ഇനി അതുകൂടെ തീർന്നിട്ട് കുടഞ്ഞിടാം. ഉപ്പുകല്ല് മേടിച്ചത് ഇരിപ്പുണ്ട്, പിന്നിനകത്ത് ഇച്ചിരി ഉണ്ട്, അതും കൂടെ തീർന്നിട്ട് അങ്ങ് എടുത്തിടാമെന്ന് വെച്ചിട്ടുണ്ട്. ഒക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങള്. എന്നെ വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് ഞാൻ പൊക്കം കുറവായിട്ടോ. പൊക്കം ഓൾറെഡി എനിക്ക് കുറവാണ്. ഏജിൻ്റെ കാര്യത്തിൽ ഏജ് കുറവായിട്ടൊക്കെ തോന്നുന്നു കേട്ടോ. ഏജ് കുറവൊന്നുമില്ല, ഏജൊക്കെ നല്ല ഏജുണ്ട് കേട്ടോ. പിന്നെന്താ, വീഡിയോയിൽ കാണുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ. നേരിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ വരണം എന്നെ കാണാൻ, അല്ല എന്നെ ക്ഷണിച്ചാലും മതി, ഞാൻ വരാം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. എവിടെ പോവാടാ നിങ്ങൾ അച്ഛനും മോനും? അമ്മച്ചിയെ വിൽക്കാൻ പോകുന്നു. ഇത് കഴിഞ്ഞ ദിവസം അവർ അപ്പം വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പും പാൻറ്റും ഉടുപ്പുമാണ് കൂട്ടുകാരെ. കണ്ടോ, ഇച്ചിരി വലുതാണ്. പാവാടയാന്നോ? അതിൻ്റെ അപ്പം വരുമ്പോൾ ചോദിച്ചു നോക്ക്. ദൈവം തമ്പുരാനായി തന്ത തേണ്ട കുഞ്ഞിനോട് ഇത് ചിക്കനാന്ന് വഴക്ക് പറഞ്ഞു കൊടുത്ത്, ചിക്കനാന്ന് ആണ്ട ചിക്കൻ കറി വെക്കുവാന്ന് പറഞ്ഞ്. എൻ്റെ മക്കളെ ഇത് ചിക്കനല്ല മക്കളെ, ഇത് അമ്മേൻ്റെ വഴുതനങ്ങായും തക്കാളിയും സവാളയും എല്ലാം കൂടെ അമ്മൂമ്മ വഴറ്റിയെടുത്തതാണ് കറി വെക്കാൻ. അത് മണപ്പിച്ച് നോക്ക്. ഈ ചൂട് കൈ പൊള്ളല്ലേ? അതോ അത് വഴുതനങ്ങയാ മക്കളെ. മണമുണ്ടോ? ഇനി എൻ്റെ പൊന്നെ ഇത് ചിക്കനൊന്നും അല്ല മക്കളെ. അത് നിനക്ക് ഞാനിപ്പോൾ തരത്തില്ലേ കോരി? എൻ്റെ കുഞ്ഞിനെ അവൻ പറ്റിച്ച്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലൊരുവിധം വയണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെ. മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്തി ഇട്ടിട്ടുണ്ട്. ഞാൻ വെള്ളം ചൂടാക്കരുത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൽ നിന്ന് ഈ കപ്പിൽ എടുത്തത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ തിളച്ചൊന്ന് വെന്ത് ഒന്ന് കുറുകട്ടെ. ഒത്തിരി കുറുക്കുന്നില്ല, നമുക്ക് വേറെ ചോറിന് കറിയില്ല. വൈകിട്ടിനി മീമെല്ലാം വാങ്ങിക്കുവാണെങ്കിൽ കറി വെക്കും, അല്ലെങ്കിൽ ഈ കറി കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ മാക്രി കുഞ്ഞിൻ്റെ കണ്ണെഴുതുവാണ് ഞങ്ങൾ. കണ്ണെഴുതാനൊന്നും സമ്മതിക്കത്തില്ല കൂട്ടുകാരെ. അവന് കണ്ണെഴുതുന്ന അവന് ഇഷ്ടമല്ല. അമ്മൂമ്മക്ക് ഇഷ്ടം, അതുകൊണ്ടോ. അമ്മൂമ്മയുടെ മോളെ ചെയ്യണോ? നീ പിന്നെ ഏതാ? നീ അമ്മൂമ്മയുടെ അല്ലയോ? ആരും പറഞ്ഞു നീ അമ്മൂമ്മയുടെ അല്ല. നീ പിന്നെ ആരുടെ? നിങ്ങളുടെ അച്ഛൻ എവിടുത്തെ? കണ്ണരുതണ്ട. നോക്കട്ടെ സുന്ദരനായോ? മോൻ സുന്ദരനായോ കൂട്ടുകാരെ? നിൽക്കും ചേട്ടാ.
വേണ്ട നിന്നെ കാണിക്കാൻ വേണ്ട കണ്ടോ കണ്ടോ ഓ ഇനി നിന്ന് അങ്ങ് പോകും ചേച്ചി മതി ആ അങ്ങനെ നമ്മുടെ മത്തയിലുണ്ടായ ഒരു മത്തങ്ങ പറിച്ചെടുത്തു. വൈകിട്ട് അത്താഴത്തിന് ചോറ്, നമ്മുടെ വഴുതനങ്ങ തീയൽ, പിന്നെ ഉണക്കമീനും കാന്താരിയും പച്ചമുളകും കൂടെ വറുത്തത്, പിന്നെ പച്ചമീൻ വറുത്തത്. അപ്പോൾ എൻ്റെ ഏട്ടന് പുതിയൊരു ഹെൽമെറ്റ് വാങ്ങിച്ചു. എന്താ ഏട്ടൻ്റെ ഹെൽമെറ്റ് വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ വണ്ടി അങ്ങ് മേളിലാണല്ലോ വെക്കുന്നത്, വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുന്ന് ഏട്ടൻ്റെ ഹെൽമെറ്റ് ആരോ അടിച്ചുകൊണ്ട് പോയി. ഇന്ന് രാവിലെ എൻ്റെ ഹെൽമെറ്റായിരുന്നു കൊണ്ടുപോയത്. അതിന് ശേഷം ഇന്ന് പിന്നെ വാങ്ങിച്ചു, പുതിയൊരു ഹെൽമെറ്റ് വാങ്ങിച്ചു. ഇപ്പോൾ കൊച്ചുമോന് സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് ബുക്ക് പൊതിയുന്ന പേപ്പറ്, പിന്നെ ഇത് അവരുടെ അമ്മയ്ക്കുള്ള കുടയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കുഞ്ഞിന് വെള്ളം കുടിക്കാൻ ഗ്ലാസ്, പിന്നെന്താണ് അവനുള്ള കുട, പിന്നെ 2 ബാൽറ്റ്, ഇതെന്തിനാണോ എന്തോ. പിന്നെ കുഞ്ഞിന് 2 പ്ലേറ്റ്, 1 2 പ്ലേറ്റ്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ സിപ്പപ്പ്, ഇത്രയും വാങ്ങിച്ചു. ഇത്രയും കുഞ്ഞിനുള്ളതാണ് ഒരു പ്ലേറ്റ്. ഈ പ്ലേറ്റ്, ബുക്ക് പോകുന്ന പേപ്പറ്, കുട, ടാങ്കിന് മതി. ഇന്നലെ വൈകിട്ട് അവരച്ഛനും അമ്മയും കൂടെ കുഞ്ഞിന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് കൂട്ടുകാരെ ഇത്രയും. കൊലുസ് കൊള്ളാവോ കൂട്ടുകാരെ? ഇത് കഴിഞ്ഞ ദിവസം ഓമല്ലു അമ്പലത്തിൽ നിന്ന് എനിക്ക് ഏട്ടൻ വാങ്ങിച്ചു തന്ന കൊലുസാണ്. കൊള്ളാവോ? എനിക്കിങ്ങനെ കനം കുറഞ്ഞിട്ടുള്ള കൊലുസാണ് കൂടുതലിഷ്ടം. പക്ഷേ നിറച്ച് കിങ്ങിണിയുള്ള കൊലുസ് എനിക്കിഷ്ടമാണ്.